സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ ഒരു തിരുവചനം ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്ത തിരുവചനം സദൃശവാക്യങ്ങൾ അധ്യായം 16 3 തിരുവചനം. നിൻ്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിൻ്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങളിൽ 16 അധ്യായം 3 തിരുവചനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ കാര്യം സാധിക്കുവാൻ, ഉദ്ദേശങ്ങൾ നടപ്പിലാകുവാൻ നമ്മിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാം ഏതൊരു കാര്യം ആരംഭിക്കുമ്പോഴും ആ കാര്യം അത് ഒരു ഭവന നിർമ്മാണമാകാം, ഒരു വിവാഹ ആലോചനയാകാം, അത് പഠനത്തിനായി ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതാകാം. ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, ഉദ്ദേശങ്ങൾ, പദ്ധതികൾ അത് വ്യത്യസ്തമായിരിക്കാം. എന്നാൽ നാം ആരംഭിക്കുവാൻ പോകുന്ന ഒരു ബിസിനസ് അഥവാ നാം ചെയ്യാൻ പോകുന്ന ഒരു ജോലി, നമ്മുടെ പ്രവൃത്തി എന്തോ ആകട്ടെ, അതിലൊരു നന്മയുണ്ടാകുവാൻ, അത് സാധിക്കുവാൻ, അത് സക്സസ്സായി തീരുവാൻ, അതിൽ നിന്ന് എന്തെങ്കിലും ഫലം ലഭിക്കുവാൻ നാം ചെയ്യേണ്ട കാര്യം ദൈവം ഓർപ്പിക്കുകയാണ്. നാം ചെയ്യാൻ പോകുന്ന ആ പ്രവൃത്തിയെ, ആ കാര്യത്തെ ആദ്യം ദൈവത്തോട് അറിയിക്കുക എന്നുള്ളതാണ്. ഇതിനെ പ്രാർത്ഥന എന്ന് പറയാം. അതെ, നാം ചെയ്യാൻ പോകുന്ന, നാം ആഗ്രഹിക്കുന്ന, നാം ഉദ്ദേശിക്കുന്ന, നാം ചെയ്യാൻ പോകുന്ന ആ കാര്യം ആദ്യം അറിയിക്കേണ്ടത് ദൈവത്തെയാണ്. ദൈവമേ, ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, ഇത് സംബന്ധിച്ച് നിൻ്റെ ആലോചന എന്താണ്? ഇത് ഞാൻ ചെയ്യണമോ വേണ്ടയോ? അങ്ങ് വെളിപ്പെടുത്തി തരണമേ. പ്രാർത്ഥിക്കുക, ചില ദിവസങ്ങൾ പ്രാർത്ഥിക്കുക, ചില ആഴ്ചകൾ പ്രാർത്ഥിക്കുക. ശേഷം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആ വിഷയം അഥവാ പ്രാർത്ഥിച്ച വിഷയം ഏറ്റവും നന്നായി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ ദൈവത്തിൻ്റെ ഒരു കൈവപ്പുണ്ടാവും, അതിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുണ്ടാവും, അതിൽ ദൈവത്തിൻ്റെ ഒരു ആശീർവാദമുണ്ടാവും. പലരും പല കാര്യങ്ങൾ ആരംഭിക്കുന്നത് ദൈവത്തെ കൂടാതെയാണ്, ദൈവത്തോട് ചോദിക്കാതെയാണ്, ദൈവത്തോട് ആലോചന ചോദിക്കാതെയാണ്. അതുകൊണ്ട് തന്നെ അനേകരുടെ സ്വപ്നങ്ങൾ, അനേകരുടെ പ്രവൃത്തികൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നത് കാണുവാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ടിന്ന് പോൽക്കാലം ഈ വചനം ശ്രവിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം അത് ചെറുതോ വലുതോ ആകട്ടെ, ആത്മീകമോ ഭൗതികമോ ആകട്ടെ, ആ വിഷയം ആദ്യം കൊണ്ട് ചെല്ലേണ്ടത് ദൈവം മുമ്പിലാണ്. ദൈവത്തോട് അത് അറിയിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞാൻ ചെയ്യാൻ പോകുന്ന എൻ്റെ ഈ കാര്യം നീ അനുഗ്രഹിക്കണമേ, നീ ആശീർവദിക്കണമേ, ഇതിലങ്ങയുടെ അനുഗ്രഹമുണ്ടാകണമേ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് ആ വിഷയം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ആരംഭിച്ചാൽ അതിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുവാനിടയാകും. ഇത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം
മറ്റൊരു വേദഭാഗത്ത് തിരുവചനം പറയുന്നത് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അതെ, ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. ദൈവത്തെ കൂടാതെ നാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അമ്പേ പരാജയമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രവൃത്തികൾ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ആമേൻ. പ്രാർത്ഥനാഗാനം ഞങ്ങൾ പാടാം, പാവനമാം ആലയത്തിനുള്ളിൽ. പ്രാർത്ഥനാഗാനം ഞങ്ങൾ പാടാം, പാവനമാം ആലയത്തിനുള്ളിൽ. പാഴിലാകരുതേ പാത തേടുമ്പോൾ, പാഴിലാകരുതേ നിൻ പാത തേടുമ്പോൾ. താപമേറും മാനസേ വാസമാകണമേ. പ്രാർത്ഥനാഗാനം ഞങ്ങൾ പാടാം, പാവനമാം ആലയത്തിനുള്ളിൽ. സാന്ത്വനം കേൾക്കുവാൻ നായക ദേവാസാദരം ദീപമേന്തി നിന്നിടാ. സാന്ത്വനം കേൾക്കുവാൻ നായക ദേവാസാദരം ദീപമേന്തി നിന്നിടാം. പൊന്നിലം വാണിടും പാലക ഞങ്ങൾ യാചകരായി നിന്ന് പാടാം. പൊന്നിലം വാണിടും പാലക ഞങ്ങൾ യാചകരായി നിന്ന് പാടാം. പ്രാർത്ഥനാഗാനം